ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നോ ഗൺ ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ തംബ്ലെയിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേമാതിരി നമ്മളിന്ന് നോ ഗൺ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ VR ആണ് ഇടുന്നത്. അപ്പോൾ സോളോയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോബിയിൽ നിന്ന് കാണാം. അപ്പോൾ ഇവിടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ബുയ അടിക്കാനാണ് നോക്കുന്നത്. നമുക്ക് ബുയ കിട്ടിയില്ലെങ്കിലും ടോപ്പ് 10 വരെ നിൽക്കാനാണ് നമ്മൾ നോക്കുന്നത്. 5 കില്ലും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എടുക്കാൻ സാധിച്ചേക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചലഞ്ചായി വെക്കുന്നത് ബുയ ആൻഡ് 5 കില്ല്, പിന്നെ നമുക്ക് നോ ഗണ്ണും, അങ്ങനെയാണ് നമ്മൾ ചലഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനാണ് നമ്മുടെ ലോബിയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ നല്ല പ്ലേയേഴ്സാണെന്ന് നമുക്ക് തോന്നണം. ചിലപ്പോൾ ഹാക്കേഴ്സും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെ വരാമെന്ന്, എത്ര നല്ല പ്ലേയേഴ്സാണ് വരാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളിതിലധികം VR കളിക്കാത്തത്, നമ്മൾ CS മാത്രമേ കളിക്കാറ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ എടുത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി പോകണം. എനിമില്ലാത്ത സ്ഥലം നമ്മൾ നോക്കുന്നത്. പക്ഷേ നമുക്ക് എനിമില്ല സ്ഥലം തന്നെയുള്ള കിട്ടുക. എനിക്ക് ഈ മാപ്പ് അധികം അറിയില്ല. ഞാൻ ഈ മാപ്പ് അധികം കളിച്ചാലില്ലാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി, ഈ മാപ്പിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എനിമിയൊന്നും ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലായി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറിയാണ്ട് ലൂട്ട് എടുക്കാൻ നോക്കട്ടെ. ലൂട്ട് പറഞ്ഞാൽ മെഡ്. നമ്മളെ ബാക്കിലൊരു എനിമി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗണ്ണ് കൈ പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ഗണ്ണിങ്ങനെ റിമൂവ് ആക്കേണ്ടി വരും. എനിമിൻ്റെ കയ്യിൽ നിന്ന് കട്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടത്. അവൻ പിന്നീന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോയിനും ശേഖരിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും വെൻഡിങ് മെഷീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മെഡാണ് അത്യാവശ്യം വേണ്ടത്. മെഡും ഒരു വണ്ടിയും. പക്ഷേ അത് രണ്ടും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മെഡ് നല്ലോണം ലൂട്ടുന്നുണ്ട്. നമ്മൾ ഗണ്ണ് കൈ പിടിക്കാൻ നോക്കുകയാണ്. എന്നാലും നമുക്ക് ഗണ്ണ് പിന്നെയും ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എനിമിൻ്റെ മുന്നിൽ ചെന്നാൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗണ്ണ് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഗണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മെഡൊക്കെ ലൂട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ പെടും. അപ്പോൾ നമ്മൾ മെഡൊക്കെ ലൂട്ടുമ്പോൾ വേറെ ഗൺസൊന്നും കയറാക്കാൻ വേണ്ടി നമ്മൾ 2 ഗണ്ണ് കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളായിട്ട് ഫയറൊന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് നോക്കിയാൽ തന്നെ കാണാം. ഒരു ഫയർ പോലും നമ്മൾ ചെയ്യുന്നില്ല. ഫയർ ചെയ്യാതെ നമ്മൾ ഈ കളി ഫുള്ള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാനില്ല. നമ്മൾ ചിലപ്പോൾ പുയടിക്കും, ചിലപ്പോൾ നമ്മൾ പൗതിച്ചങ്ങാണ്ട് തന്നെ തോൽക്കും. അപ്പോൾ നിങ്ങൾ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ടാക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പറ്റുന്ന ചലഞ്ചസൊക്കെ നമ്മൾ അപ്പോൾ ചെയ്താണ് നിങ്ങൾക്ക് വീഡിയോസായി അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് എടുത്തങ്ങാണ്ട് ചെറിയതായി ഒന്ന് ലൂട്ടാൻ പോകാം. മാക്സിമം കോയിൻ എടുക്കുന്നുണ്ട്. നമ്മൾ കോയിൻ എടുക്കാതെ നമുക്ക് വെൻഡിങ് മെഷീനൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വെൻഡിങ് മെഷീനൊന്നും ഇതിൽ ചെല്ലണില്ല. പക്ഷേ ഇത് വോയിസ് ഓവർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടി ക്വാളിറ്റി കമ്മി നിങ്ങൾക്ക് കേൾക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കോയിൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെന്നുകാട് കുറച്ച് മെഡൊക്കെ ലൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നായിരുന്നു എനിമിനൊന്നും കാണാനില്ല. ഈ മാപ്പിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കുറേ നടന്ന് നമുക്ക് എനിമിനൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ ലൂട്ടും പെട്ടികൾ കാണുന്നുണ്ട് എന്നല്ലാതെ എനിമീസിനെ കാണാനില്ല. ഇവിടെ ലൂട്ട് പെട്ടി, ലൂട്ട് ബോക്സ് ഇവിടെ ഒരു ഫയറിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിമി ഉണ്ട്, 2 എനിമീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്ന് കുത്തി. മുന്നിലൊരു എനിമി മേഘാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഈ എനിമീൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് ഗണ്ണായതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ മുന്നിൽ ഗ്ലൂ ഇട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തപ്പോൾ വേഗത്തിൽ ഗ്ലൂ പൊട്ടിയപ്പോൾ കുറച്ച് ലാഗായി. അതിൽ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിമി ഒരു പൊട്ടനായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയൊന്നുമില്ല. എന്ത് പൊട്ടനാണെന്നാവോ. നമ്മൾ ബാറ്റർ റോയലൊന്നുമല്ല, നമ്മൾ BR തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലധികം കളിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇതിലെങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടുങ്ങാട് വന്നതാണ്. ഇപ്രാവശ്യം ഇങ്ങനത്തെ ചലഞ്ച് ആരും ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ പറയാം. ഞാൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നൊന്നുമില്ല. ഇതിന് മുന്നേ ചെയ്തവരൊക്കെ ഉണ്ടാവും ചിലവർ. അപ്പോൾ നമ്മളിൽ ഇൻ്റെ ഒരു ഊഹത്തിൽ ഞാനാണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സീസണിൽ. കഴിഞ്ഞ സീസണിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഈ സീസണിലേക്ക് എടുത്ത് വെച്ചത് ഈ ചലഞ്ച്. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ചലഞ്ച്, വേറെ കുറച്ച് ചലഞ്ചുകളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് അടിയിട്ടുണ്ട്. വേഗം മെഡടിക്കട്ടെ. ഇവിടെ ഒക്കെ മുന്നിൽ കുറേ പാറകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും കയറിയാണ്ട് കുറച്ച് മെഡ് സംഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡെഡായി പോകും. അപ്പോൾ നമുക്ക് മെഡ് തപ്പാം. പിന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റണം.
നമുക്ക് വല്ല ബൈക്കോ ജീപ്പോ, ബൈക്കല്ല ജീപ്പോ മറ്റേ വണ്ടിയോ കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടി സേഫായിരുന്നു. നമ്മളൊരു ക്യാരക്ടറും കോമ്പിനേഷനൊന്നും ഇട്ടില്ല, നമുക്ക് ക്യാരക്ടർ ഓട്ടോമാറ്റിക് മാറിയതാണ്. അപ്പോൾ നമ്മൾ ആകെ പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. എവിടെ എനിമി വരുന്നത് വെച്ചാൽ കുത്തിയിടാൻ നോക്കാം. മുന്നിലിതാ ഒരു എനിമി പോണ്, കുത്തിയിടാൻ നോക്കാം തിരിച്ചതാണ്, പക്ഷെ വേറെ ഇതിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പെട്ടു. ഇനി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കുറേ എനിമീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നൊക്കെ രക്ഷപ്പെടണം. നമുക്ക് ഇതിൽ നിന്ന് മെഡ് കിട്ടുമെന്ന് നോക്കാം. ഇതിൽ ഇൻഹീലറുള്ളൂ, മെഡില്ല. മെഡ് ഇനി എവിടുന്ന് നമുക്ക് കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതിൽ മൊത്തം സർവൈവ് ചെയ്യേണ്ടി വരും. സോണ് ചുരുങ്ങി കൊടുക്കുകയാണ്. 24 പ്ലേയേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സോൺ വരെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് നോക്കാം. 9 മെഡുള്ളൂ, അതാണ് ഇപ്പോൾ പ്രശ്നം. നമുക്ക് കുറച്ച് മെഡ് എടുക്കാം. ഇവിടെ ഈ മാപ്പിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊക്കെ വരുന്നത്. ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക ഗൈസ്. നിങ്ങളിത് പിന്നെ കണ്ടിട്ടുള്ള. നമുക്കിവിടെ വണ്ടി കിട്ടി. ബൈക്കിനെക്കാട്ടും കൂടുതൽ സേഫ് ഇതാണ്. അപ്പോൾ നമുക്ക് അത് എടുക്കാം, ആ വണ്ടി എടുക്കാം. നമ്മളെ പുതിയ വന്ന സ്കിന്ന് ഉപയോഗിച്ച് നമുക്ക് ഓട്ടാം. വേറെ സ്കിന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ സ്കിൻ ഒരു അടിപൊളിയായി തോന്നിയപ്പോൾ നമ്മളിത് ഇട്ടതാണ്. പിന്നെ കോമ്പിനേഷനും ഇല്ലാത്തതുകൊണ്ട് ബൈക്കിലേറെ സേഫ് തന്നെയാണ്. കൂടുതൽ അടിയൊന്നും കിട്ടില്ല. ഇനി നമുക്കിതിലെ പോയി നോക്കാം. കുറേ പോയാൽ നമുക്ക് എനിമിനെ കിട്ടിയാൽ കുത്തിയിടിച്ചാൽ നോക്കാം. നമ്മുടെ മുന്നിലൊന്നും എനിമിനെ കാണാനില്ല. നമ്മുടെ സൈഡിൽ അങ്ങനത്തെ ഓർത്തൊക്കെ കാണണം. റോഡിൽ സൈഡിലൊന്നും കാണുന്നില്ല. ഫുള്ള് എവിടെയെന്നാവും. ഇവിടെ ഒരു ആർസണലുണ്ട്, ലൂട്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഗണ്ണ് നമുക്ക് ഉപകാരമില്ല. അതുകൊണ്ട് നമ്മൾ ലൂട്ടാത്തത്. എനിമീസിനൊന്നും കാണാനില്ല, എവിടെയെന്നാവും എല്ലാവരും. അപ്പോൾ നമുക്ക് അവിടെ ആർസണലൊക്കെ തുറന്നിട്ടുണ്ട്. മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ ഉള്ളത്, നമുക്ക് നേരെ ഒരു മെഡ് സംഘടിപ്പിക്കാം. നമുക്ക് ഡ്രോപ്പ് ചാടുന്നിടത്ത് പോയാൽ നമുക്ക് മെഡ് ഇട്ടില്ലേ. അപ്പോൾ പോയി നമുക്ക് മെഡ് സംഘടിപ്പിക്കാം. മെഡാണ് നമുക്ക് സർവൈവിങ്ങിന് വേണ്ടത്. നമ്മൾ ക്യാരക്ടറൊക്കെയാണ് ഇടേണ്ടത്. പക്ഷേ ഞാൻ മാറ്റി വെച്ചിനി. പക്ഷേ ഇതിൽ ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഈ സ്പീഡിൻ്റെ ക്യാരക്ടറുകൾ വരിക. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് കണ്ടിട്ടുണ്ട്. ഡ്രോപ്പ് ചാടിയില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. ഞാനത് പൊട്ടിച്ചപ്പോൾ മുന്നിലൊരു എനിമിയില്ലതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് സേഫായി ഇങ്ങോട്ടൊന്ന് ഇരിക്കാൻ നോക്കട്ടെ. അവിടെ ആ സൈഡിലാണ് എനിമിനെ കണ്ടത്. അവിടെ ഇപ്പോൾ എനിമിയൊന്നും ഇല്ല തോന്നുന്നത്. നമുക്കിവിടെ നിൽക്കാം. എന്നാലും ഇവിടെ എവിടെയെങ്കിലും വണ്ടീൻ്റെ അടുത്ത് തന്നെ നിൽക്കാം. എവിടെയെങ്കിലും വന്ന് നമുക്ക് വണ്ടിമേ എടുത്ത് പോകണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഇതാണ്. അപ്പോൾ ഇവിടെ ലൂട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ മെഡുണ്ട്, 2 മെഡ്. താഴെയുണ്ട്, ഒന്ന് മേലെയുണ്ട്. മേലത്തെ കണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു എനിമിയിലെ പോണ്. വണ്ടിക്ക് ഓട്ടെ പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തീർക്കും. പൊട്ടന്മാരാണ് തോന്നുന്നുണ്ട്, പക്ഷേ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ചിലവർ. അപ്പോൾ നമ്മൾ അവിടുത്തെ 2 മെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മേലത്തെ മെഡ് നമ്മൾ എടുത്തല്ല, മേലത്തെ മെഡും കൂടി നമുക്ക് വേണം. അപ്പോൾ മേലത്തെ മെഡിന് വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മൾ കുറച്ച് ടോപ്പിലാണ്. മറ്റേ എനിമി പോയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചിടും. മറ്റും പോയിട്ടുണ്ട് തോന്നി. ഈ സൈഡിലൊന്നും കാണാനില്ല. അതുകൊണ്ട് നമുക്ക് സേഫ് ഇങ്ങോട്ട് കയറി പോവാം. നമുക്ക് ഈ സ്കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ എനിമിക്ക് നമ്മളെ പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറാം. അപ്പോൾ ഒരുത്തൻ വണ്ടിയായിട്ട് വരുന്നുണ്ട്. ഇതിലൊരുത്തൻ വണ്ടിയായിട്ട് വരുന്നുണ്ട്. അവനെന്താ ചെയ്യുന്നതെന്നാവോ. നമ്മൾ വണ്ടി എടുത്ത് പെട്ടെന്ന് മുങ്ങണേ ഇവിടുന്ന്. നമുക്ക് ഗണ്ണേറ്റ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിമി എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നൈസിൽ ഇതിലൊന്ന് കയറിപ്പോയി നോക്കാം. നമുക്ക് അവിടെ എത്തിയാൽ എന്താ ചെയ്യണമെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. ഈ സൈഡിൽ വന്നിട്ട് അവൻ എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, ഡ്രോപ്പിൽ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നോക്കാം. അപ്പോൾ ബേക്കുന്ന അടിയിട്ട് നമ്മൾ ഓടട്ടെ, ഇൻഹീലർ അടിക്കട്ടെ, അല്ലെങ്കിൽ മെഡ് അടിക്കാനുള്ള ടൈമില്ല. നമുക്ക് വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. ബേക്കുന്ന അടിച്ച്. അപ്പോൾ ഇവനെങ്ങനെയാണ് നമ്മളെ കണ്ടത്? ഇവനത് ആയല്ലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇവൻ നമ്മളെ കണ്ടതെന്ന് എനിക്കറിയാതെ. റിവൈവ് ഉണ്ട് ഗൈസ്, റിവൈവ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വട്ടം റിവൈവ് ആയിട്ടുണ്ട്. ടീമായി ഇങ്ങോട്ടൊന്നല്ല നമ്മൾ കളിക്കുന്നത്, സോളോ ഇങ്ങോട്ട് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡ്രോപ്പിൻ്റെ അടുത്ത് ഇറങ്ങാം. നമുക്ക് മെഡാണ് വേണ്ടത്, പിന്നെ ഇനി ഒരു വണ്ടിയാണ് വേണ്ടത്. അതാ ടാസ്ക്. ഇനി സോണ് ചുരുങ്ങും ചെയ്തു. 13 പ്ലേയേഴ്സ് അലൈവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ടഫാണ് ഇനി വണ്ടിയും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, മെഡും കിട്ടാൻ വേണ്ടി. എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം എത്ര വരെ എത്തും. AWM ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നോഗൺ ചലഞ്ചിൽ. ഇൻഹീലർ ഉണ്ട്, ഇവിടെ ഇൻഹീലർ ഉണ്ട്. മെഡൊന്നും അധികം കാണാനില്ല എവിടെയും. നമുക്ക് കിട്ടിയ കണ്ണൊക്കെ കജ്ജി പിടിച്ചുകൊണ്ട് ഓടാം. എന്നിട്ട് നമുക്ക് ഇൻഹീലറും മെഡും നമുക്ക് തപ്പാം. വെൻഡിങ് മെഷീൻക്ക് പോയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, പോകാൻ ടൈം കിട്ടിയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടിച്ച് തീർത്ത്. ഒരു മെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെഡാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. മെഡാണെങ്കിൽ തീരെ കാണാനും ഇല്ല ഇതിലൊന്നും. ട്രോഗണ് ഒരു സൂപ്പർ മെഡ് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഒന്നുമില്ലല്ലോ, ഇവിടെ മൊത്തം ഫൈറ്റാണ് നടക്കുന്നത് താഴെ. അതാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങോട്ട് പോയാൽ നമ്മൾ എന്തായാലും തീർക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ സർവൈവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ റിപ്പയറിങ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. റിപ്പയറിങ് കിറ്റിൻ്റെ ആവശ്യം വരുമോ പറയാമല്ല, ചിലപ്പോൾ വന്നേക്കാം. നമുക്കിതിലെ ഇൻഹീലർ അടിച്ചങ്ങോട്ട് പോവാം. നമുക്ക് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ ടോപ്പ് 5 ആയിട്ടാണ് കേസ്. അപ്പോൾ നമുക്ക് മാക്സിമം പിടിച്ചിരിക്കാൻ നോക്കാം. ചിലപ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് മാക്സിമം പിടിച്ചിരിക്കാൻ തന്നെ നോക്കാം. നമുക്ക് ബുയ അടിക്കാൻ പറ്റിയാൽ നമ്മൾ ഈ ചലഞ്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി. പക്ഷേ ബുയ കില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴുള്ളൂ കിട്ടുകയെന്ന്. അപ്പോൾ അത് നമ്മൾ ടാസ്ക് ഒന്ന് നൈസിലൊന്ന് റിമൂവ് ആക്കാം. നമ്മുടെ ബാക്കിൽ എനിമി നമ്മൾ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് നേരെ ഡ്രോപ്പിൻ്റെ ബാക്കിൽ പോയി ഡ്രോപ്പിൽ നിന്ന് ലൂട്ടാം. ഇതിലും മെഡൊന്നുമില്ല. നമുക്ക് നേരെ ഈ വണ്ടി എടുക്കാം. ഈ വണ്ടിയിൽ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വണ്ടി പെട്ടെന്ന് എടുത്തുകൊണ്ട് അവനൊന്ന് കുത്താൻ നോക്കാം. നമുക്ക് അതിൻ്റെ മുന്നേ മെഡടിക്കണം. അവനായിട്ട് അവിടെ നിന്ന് അടിച്ചാൽ നമ്മൾ തീരും. അപ്പോൾ നമുക്ക് മെഡടിച്ചിട്ട് ഞാൻ പോവാം. നമുക്ക് അവനെ കുത്തിയിടിക്കാൻ നോക്കുകയാണെങ്കിൽ കിട്ടും. അവനത് ആ പാറിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കണം. അവനത് നല്ല ഡാമേജ് വന്നിട്ട് വണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലായിട്ടുണ്ട്. ടാസ്ക്കാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ്. മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, പക്ഷേ അവിടെ എനിമി ഉണ്ട്, അതാണ് പ്രശ്നം. അതുകൊണ്ട് അവിടെ ഇറങ്ങില്ല. ഇവിടെ നമുക്കൊന്ന് ഇറങ്ങിയാൽ നോക്കാം. ഇവിടെ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഈ വണ്ടി ആകുമ്പോൾ ഡാമേജ് അധികമില്ല. മറ്റേ വണ്ടിക്ക് നല്ല ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. ഇതിൽ 2 മെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലംബോർഗിനി എടുക്കാം. കുത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ടോപ്പ് 2 ആയിട്ടുണ്ട് ഗൈസ്, 2 ആയിട്ടുണ്ട്. അപ്പോൾ ഒരാളും കൂടി ഉള്ളൂ. നമുക്ക് നൈസിൽ എങ്ങനെ കുത്തിയിടിച്ച് നോക്കാം. കിട്ടിയാൽ നമുക്ക് ഈ കളി ബുയയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ചലഞ്ച് ഫ്ലോപ്പായില്ല. നമുക്ക് ഇത്രയും ടാസ്ക് ഇത്രയും നില നമ്മൾ സർവൈവ് ചെയ്തില്ലേ, അത് അത്രയും കംപ്ലീറ്റ് ആയി. ഇനി ബോയ് കൂടി അടിച്ചാൽ നമ്മൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കും. ടോപ്പ് 10 എന്നതിന് ഞാൻ കരുതിയത് ബോയ് അടിക്കാൻ ചിലപ്പോഴുള്ളൂ പറ്റുമെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിമി വന്നിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് എടുത്തങ്ങാട് അവനെ ഒന്നും കൂടി കുത്തിങ്ങാട് ഡാമേജ് വെച്ച് സോണിക്ക് തള്ളിയിടാൻ നോക്കാം. സോണിക്ക് തള്ളിയിടാൻ ഈ ഗ്ലൂവും മൂക്കോങ്ങൊക്കെ ഇട്ടിട്ട് ഈ ഗ്ലൂ ഇട്ടുങ്ങാണ്ട് പൊട്ടുകയാണ് ഗൈസ്. വണ്ടി പൊട്ടി ഗൈസ്. വണ്ടി പൊട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യായിരുന്നു. ഞാൻ ഇരുന്ന് കാട്ടി കൊടുക്കട്ടെ, ഇനി അതുള്ള അവസ്ഥ. ഇരുന്ന് കാട്ടി എടുത്താൽ നമുക്ക് കിട്ടും. ഇരുന്ന് കാട്ടി കൊടുത്താൽ നമുക്ക് ടീമപ്പ് ആക്കിങ്ങാണ്ട് ലാസ്റ്റ് സോണിൽ മെഡടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കാം. അതും പറ്റൂല ഇവിടെ. നമ്മൾ ഈ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, റോബോട്ടിൻ്റെ സാധനം. ഇല്ല ഗ്രാനൈഡ് മൊത്തം എറിയുന്നുണ്ട് പെണ്ണുമ്പിള്ള. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇവിടെ സർവൈവ് ചെയ്യാൻ നോക്കണം. നമ്മളെ വണ്ടി പൊട്ടി, അത് നമുക്ക് സീനായത്. പിന്നെ ആകെ ഒരു ക്ലൂ ആളുള്ള നമുക്ക് കയ്യിൽ. നമ്മൾ ഇരുന്ന് കാട്ടി കൊടുക്കുന്നുണ്ട്. സ്നോൻ്റെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടണത് ഇന്ന്. അപ്പോൾ പെണ്ണുമ്പിള്ള വന്നിട്ടുണ്ട്, ഇരുന്ന് കാട്ടി തന്നിട്ടുണ്ട്. നമ്മൾ പറ്റിക്കില്ലെന്ന് നമുക്കറിയില്ല. നമുക്ക് ലാസ്റ്റ് സോണേരെ ഇങ്ങനെ പിടിച്ചിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോയി അടിക്കാം. നമുക്ക് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി കളിക്കാം. നമ്മൾക്ക് ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിനായിങ്ങാട് സോണിക്കൊന്നും അധികം പോകാത്തത്. സോണിക്ക് പോയാൽ നമ്മളത് ക്യാരക്ടറില്ല, മെഡൂല അധികം. പെണ്ണുമ്പിള്ള അടിച്ചിട്ടുണ്ട് ഗൈസ്, ചീറ്റി നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രോപ്പൊക്കെ ഇട്ടുണ്ട്. വേറെ ഒന്നും നമ്മളിത് ഇടല്ലേ. നമ്മൾ ഇരുന്ന് കാട്ടി കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളിങ്ങോട്ട് അടിക്കുക എന്നല്ലാതെ നമ്മളോട് ടീമപ്പ് ആകണമെന്നില്ല. നേരത്തെ എന്തോ പറ്റിയെന്നാവോ. ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ഗ്ലൂ വാളിൻ്റെ ചുറ്റും കവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചാവും കയറ്റിച്ചാണ് തോന്നുന്നത് നമ്മൾ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഗ്ലൂ വാളിൻ്റെ വെക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുക. മെഡ് അടിക്കാനുള്ള ടൈം വരുന്നില്ല. അപ്പോൾ അതിന് സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര അടിയും കൂടി അടിക്കുന്നുണ്ട് അവർ. നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് ഫെയിലായില്ല. 2 ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ ടോപ്പ് 10 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഹീറോയ്ക്കൊക്കെ ഉണ്ട് ഈ അക്കൗണ്ടിൽ. പക്ഷേ അധികം നല്ല പ്ലേയേഴ്സും ഇങ്ങനത്തെയൊക്കെയുള്ള വരുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടവരെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ.